ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ മൗനം പാലിക്കുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് പറയുന്നു കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി. മണ്ഡലത്തിൽ ഇത്തവണ UDFന് മികച്ച വിജയം നേടാനാകുമെന്നും റോണി കെ ബേബി 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. എന്തായാലും UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട്? അവസാന നിമിഷം വലിയ പെട്ടെന്നായിരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്. അതൊക്കെ കവർ ചെയ്യാൻ സാധിച്ചോ ഈ കുറച്ച് ദിവസം കൊണ്ട്? തീർച്ചയായിട്ടും. കാരണം വലിയ ആത്മവിശ്വാസമാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ്. എൻ്റെ ചുറ്റുമുള്ള UDF നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അവരുടെ ഒരു പിന്തുണ അത് ഈ കാഞ്ഞിരപ്പള്ളി തൊട്ട് നിയോജകമണ്ഡലത്തിൻ്റെ അങ്ങേ അതിർത്തിയായിട്ടുള്ള കറുകച്ചാൽ വരെ എല്ലാ നിയോജകമണ്ഡലങ്ങളും ഈ പ്രവർത്തകർ, കാരണം ഈ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ ഒന്ന് നിന്നു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ. എതിർ സ്ഥാനാർത്ഥികൾ, ഒരാൾ ചീഫ് വിപ്പ് ആയിരുന്നു, ഒരാൾ കേന്ദ്രമന്ത്രിയാണ്. രണ്ടുപേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പം അവരുടെ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ UDFന്? ആരാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായ UDF ഐക്യ ജനാധിപത്യ മുന്നണി, അതിൻ്റെ ബാനറിലാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് ആ പിന്തുണ, എൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ, എൻ്റെ മുന്നണിയുടെ ആ ഒരു കരുത്ത് അതുള്ളപ്പോൾ എതിരാളി ആരാണെന്നുള്ളത് ഇവിടെ പ്രശ്നമേ അല്ല. ഈ കേന്ദ്ര സഹമന്ത്രിയാണ് BJP സ്ഥാനാർത്ഥി. FCRA പോലെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ മണ്ഡലത്തിൽ ചർച്ചയാണോ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിലെമ്പാടും മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും പുറത്തുപോയിട്ടുള്ള സന്യസ്തരും വൈദികരും ഒക്കെ ക്രൂരമായി വേട്ടയാടിയപ്പോൾ എവിടെയായിരുന്നു ഈ കേന്ദ്രമന്ത്രി എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി നടക്കുമ്പോൾ അതിനു മുൻപായി കേന്ദ്രമന്ത്രി ഒരു മിനിമം മാപ്പ് പറയാനെങ്കിലും തയ്യാറായിരിക്കണം. 100% ആത്മവിശ്വാസമാണ്. ഇത്തവണ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അല്പം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അല്പം താമസിച്ചെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ സാധിച്ചു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. ടീമായിട്ട്, ഒരു UDF ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതാണ് കരുത്തെന്നാണ് നമ്മൾ UDF സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.